യു ഡി എഫിൻ്റെ കണക്ക് കാലഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പേരിട്ടിരുന്ന സ്ഥാപനങ്ങളെ പുതിയ തലത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് മാറിക്കഴിയുമ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഇല്ല, 0 ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മധുവിന് പിടിയിട്ടില്ലേ? പേര് മാറ്റി പഴയ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഇങ്ങനെ മാറ്റിയിട്ട് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നും ഉണ്ടായിരുന്നില്ല, മുഴുവൻ ഞങ്ങളാണ് ആരംഭിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ബാലിശമായ ഒരു അവകാശവാദമാണ് എന്നുള്ള കാര്യം മധു ചിന്തിച്ചു നോക്കുക. സ്വയം ലിജു, നമ്മുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ ആരോഗ്യരംഗത്തിന്, നമ്മുടെ പൊതു സംവിധാനങ്ങൾക്ക്, നമ്മുടെ പൊതു സൗകര്യങ്ങൾക്കൊക്കെ ധാരാളം പരിമിതികളുണ്ട്. നമ്മൾ പരമാവധി നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും സാമൂഹ്യ ആരോഗ്യ രംഗത്തിന് വലിയ തോതിൽ സംഭാവന നൽകാനും ശ്രമിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. അതിലൊന്നും സംശയമില്ല. നമ്മളുടെ ക്വാളിറ്റി ഇൻഡെക്സുകളെല്ലാം വളരെ മികച്ചതാണ്, മെച്ചപ്പെട്ടതാണ് എന്ന കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. അത് പണത്തിൻ്റെതായ പരിമിതികളുണ്ട്, നമുക്ക് വിഭവങ്ങളുടേതായ പരിമിതികളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. നമ്മൾക്ക് പക്ഷേ പറയാൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മൾക്ക് ഒരു വീഴ്ച വരികയാണെങ്കിൽ, ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അത് തിരുത്തും എന്ന നിലപാട് സ്വീകരിക്കാം. പക്ഷെ അതിന് പ്രാഥമികമായി വേണ്ടത് നമുക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട് എന്ന് അംഗീകരിക്കൽ കൂടിയാണ് എന്ന് തോന്നുന്നു. ആരോഗ്യരംഗത്തെ തിരുത്തിന് ആദ്യം വേണ്ടത് അവിടെയുള്ള പരിമിതികൾ അംഗീകരിക്കുക എന്നതുകൂടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും മധു പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായ വസ്തുതകളുണ്ട്. ഒന്ന്, ആരോഗ്യരംഗത്തെ സൂചികകൾ. നമുക്കറിയാം, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ, ഒരു ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരുക്കൊച്ചി പ്രദേശത്തും ഒക്കെ തന്നെ ആരോഗ്യ സൂചികകളിൽ വലിയ മുന്നേറ്റം നമുക്ക് കേരള സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ്റെയൊക്കെ തന്നെ ആദ്യ ഘട്ടങ്ങൾ നമ്മുടെ പ്രദേശത്താണ് ഉണ്ടായത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയൊക്കെ ഭരണകാലഘട്ടത്തിൽ 1813 തന്നെ വാക്സിനേഷൻ ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സൂചികകളിലെ ഒരു ഉയർച്ച എന്നത് ഒരു സമീപകാല പ്രതിഭാസമല്ല. അത് വർഷങ്ങളായി ശിശു നിരക്കുകളിലും അല്ലെങ്കിൽ ശിശു മരണ നിരക്കിലും ഒക്കെ തന്നെ വലിയ പുരോഗതി നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ള. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഒരു വലിയ പൂജ്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. UDF-ന്റെ കാലത്തെ പൂജ്യവും LDF-ന്റെ കാലത്തെ നേട്ടങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 2 പോസ്റ്റുകളോളം ആരോഗ്യമന്ത്രി ആ സമയത്ത് ഇടുകയും ചെയ്തു ഫേസ്ബുക്കിൽ. അതിൽ UDF-ന്റെ കാലത്ത് എന്താണ് ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് LDF-ന്റെ കാലത്തേക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോക്കുണ്ടായത്, ആ സമയത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ്, മാതൃമരണ നിരക്ക് എങ്ങനെയാണ്, നമ്മളുടെ PHS-കളുടെ എണ്ണം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതും UDF-ന്റെ കാലത്ത് പൂജ്യമായിരുന്നു, ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്നത് എത്രയാണ് എന്ന് നോക്കൂ എന്ന രീതിയിലാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പം അങ്ങ് പക്ഷേ പറഞ്ഞത് ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് അതിലുണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അവകാശബോധങ്ങളെ UDF എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ആ പോസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഒന്ന്, ആരോഗ്യമന്ത്രി അത്തരം ഒരു പോസ്റ്റ് ഇട്ടതിന് വസ്തുതകളുടെ പിൻബലത്തിലല്ല. അപ്പോൾ അതിൽ ആദ്യം തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം ശിശുമരണ നിരക്ക്, അതോടൊപ്പം തന്നെ അത്തരം ചില റേഷ്യോസാണ് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അതിനകത്തൊരു സോഴ്സ് സൂചിപ്പിക്കണം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ്, എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം, അതൊന്നാമത്തെ കാര്യം. പക്ഷേ ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. കാരണം നേരത്തെ സംസാരിച്ചതുപോലെ ഐക്യ കേരളത്തിന് മുമ്പ് തന്നെ, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇത്തരം റേഷ്യോസ് നമ്മൾ ആ ഘട്ടങ്ങളിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് സമീപകാല കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വളരെയധികം പിന്നോക്കം നിന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ പുരോഗതി നേടിയിട്ടുള്ളപ്പോൾ കേരളത്തിന് അതനുസരിച്ചുള്ള പുരോഗതി നേടാൻ സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ഇത്തരത്തിലുള്ള പുരോഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, സോഴ്സ് സൂചിപ്പിക്കുക എന്നൊരു കാര്യം ആരോഗ്യമന്ത്രി ചെയ്തില്ല. 2, ഇത് വർഷങ്ങളായി കേരള സമൂഹത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്ന ചില മേഖലകളാണ്. ഇപ്പോൾ 0 കണക്കുകൾ, അത് തന്നെ ഏറ്റവും ഒരു ബാലിശമായ ഒരു കണക്കാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ മാറ്റി. UDF-ന്റെ കണക്ക് കാലഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പേരിട്ടിരുന്ന സ്ഥാപനങ്ങളെ പുതിയ തലത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് മാറിക്കഴിയുമ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ UDF-ന്റെ കാലഘട്ടത്തിൽ ഇല്ല, 0 ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മധുവിന് പിടിയിട്ടില്ലേ? പേര് മാറ്റി പഴയ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഇങ്ങനെ മാറ്റിയിട്ട് UDF-ന്റെ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നും ഉണ്ടായിരുന്നില്ല, മുഴുവൻ ഞങ്ങളാണ് ആരംഭിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ബാലിശമായ ഒരു അവകാശവാദമാണ് എന്നുള്ള കാര്യം മധു ചിന്തിച്ചു നോക്കുക.
മൂന്നാമത്തെ കാര്യം ചികിത്സാ ചിലവുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ചികിത്സാ ചിലവുകളിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെടുന്ന കണക്കുകൾ എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റയാണ്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സാ ചിലവുകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പം നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ പ്രകാരം അതിന് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് സ്വന്തമായി ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവഴിക്കേണ്ടി വരും, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ. ആ ഡേറ്റ പ്രകാരം കേരളം സർക്കാർ ചിലവ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. 32% മാത്രമാണ് സർക്കാർ ഈ ചിലവഴിച്ചിട്ടുള്ളത്. മുൻപ് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 5419 രൂപയായിരുന്നു ഒരു രോഗിയുടെ കയ്യിൽ നിന്നും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസായി പോയിരുന്നെങ്കിൽ ഏറ്റവും പുതിയ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ പ്രകാരം 7889 രൂപയാണ് ഒരു രോഗിയുടെ കയ്യിൽ നിന്നും ചിലവഴിക്കപ്പെടുന്നത്. അതിൽ ആ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് മാത്രമാണ് കേരളത്തിൻ്റെ പിന്നിലുള്ളത്. പ്രധാന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലാണ് അതിനും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി UDF കാലഘട്ടവുമായി താരതമ്യം ചെയ്തിട്ട ഡേറ്റ ഒന്ന് ബാലിശമായ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉൾപ്പെടെ പേര് മാറ്റിയതിനു ശേഷം UDF കാലഘട്ടത്തിൽ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും ബാലിശമായ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ചു. രണ്ടാമത്തെ കാര്യം, വർഷങ്ങളായി ഐക്യകേരളത്തിന് മുമ്പ് തന്നെ കേരളം മുമ്പിൽ നിന്ന പല സൂചികകളും താരതമ്യേന മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ വളരെ ചെറിയ പുരോഗതി മാത്രം ഉണ്ടാക്കിയിട്ടും അതൊരു വലിയ സ്വന്തം നേട്ടമായി പറയുന്ന തരത്തിൽ ഉള്ള ഒരു PR വർക്കാണ് ആരോഗ്യമന്ത്രി നടത്തിയത്. മൂന്നാമത് ഒരു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമായിരിക്കുന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടും വ്യാജ ഡേറ്റകൾ ഉപയോഗിക്കാനാണ് ആരോഗ്യമന്ത്രി ശ്രമിച്ചത്. ഇത് ഈ കണക്കുകളും ഈ വിലയിരുത്തലുകളും ഈ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ്. അതേ തുടർന്നാണ് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന നിലയ്ക്ക്, ഇപ്പോൾ ഹാരിസ് തിരക്കലിൽ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ആകെ ഉറ്റുനോക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമം, പ്രതിപക്ഷത്തിന് ആയുധം വെച്ചു കൊടുക്കൽ, മാധ്യമപ്രവർത്തകർക്ക് ആഘോഷമാക്കാനുള്ള കാരണമുണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നതിനിടയിലാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ സംഭവം കൂടി ഉണ്ടായത് എന്നുള്ളതാണ്.